സർഗപ്രയാണത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തക്കലയ്ക്കടുത്ത് പെരിഞ്ചിലമ്പിലെ റൈൻകോ ഓർക്കിഡ് ഫാമിലാണ്. അങ്ങേയറ്റം സന്തോഷവും മനസ്സിന് കുളിർമയും നൽകുന്ന ഒരു അനുഭൂതിയാണ് ഈ ഒരു ഓർക്കിഡ് ഫാമിൽ നൽകുന്നത്. എൻ്റെ പേര് രാമകൃഷ്ണൻ. ഞാൻ റിങ്കോ ഓർക്കിഡ്സിനുള്ള സ്ഥാപനം നടത്തുകയാണ്. ഞങ്ങൾക്ക് നെടുമങ്ങാട്, കേരളത്തിൽ ട്രിവാൻഡ്രത്തിൽ നെടുമങ്ങാട്ടിലും പിന്നെ തമിഴ്നാട്ടിലെ തക്കലയിലാണ് ഈ ഫാം ഉള്ളത്. നെടുമങ്ങാട്ടിൽ ഞങ്ങൾ ഏകദേശം 1 ഏക്കർ ഓർക്കിഡ്സ് ഗ്രോ ചെയ്യുന്നുണ്ട്. തക്കലയിൽ ഒരു 7 ഏക്കറിലാണ്. മെയിനായിട്ട് നമ്മൾ ഗ്രോ ചെയ്യുന്നത് പറഞ്ഞാൽ ഡെൻഡ്രോബിയം, വാൻഡ, കാറ്റലിയ, മൊക്കാറ, ഫെലനോപ്സിസ് ഇങ്ങനത്തെ ഓർക്കിഡ്സാണ് വളർത്തുന്നത്. ഇതിൽ നെടുമങ്ങാട് യൂണിറ്റിലെ കൂടുതലും ഫെലനോപ്സിസ് ഓർക്കിഡ്സാണ് വളർത്തുന്നത്. അതിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഈ ഓർക്കിഡ്സ് ആൾമോസ്റ്റ് 6 മന്ത്സ് നമുക്ക് വാടാതെ നിൽക്കുന്നതാണ്. പിന്നെ വേൾഡ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ നല്ല ഡിമാൻഡുള്ള ഒരു ഓർക്കിഡാണ്. മാരേജ്, ആനിവേഴ്സറി, ഫംഗ്ഷൻസ്, ടേബിൾ അറേഞ്ച്മെൻറ്റ്സിന് എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു മെയിൻ ഓർക്കിഡാണ്. വളരെ അട്രാക്റ്റീവാണ്. വേൾഡ് വൈഡ് തന്നെ ഇതിന് ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു ഓർക്കിഡാണ്. പിന്നെ ഇവിടെ തമിഴ്നാട് യൂണിറ്റിൽ നോക്കുകയാണെങ്കിൽ നല്ല ഡെൻഡ്രോബിയം, വാൻഡ, കാറ്റലിയ, മൊക്കാറ പിന്നെ പലതരപ്പെട്ട ഓർക്കിഡ്സ് വളർത്തുന്നുണ്ട്. ഇത് മെയിനായിട്ട് പോട്ട് പ്ലാന്റ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇറ്റ്സ് ഗോയിങ് ടു ദ റീറ്റെയിലായിട്ട് വിൽക്കുന്നുണ്ട്, ഹോൾസെയിലായിട്ട് വിൽക്കുന്നുണ്ട്. മോസ്റ്റ്ലി നഴ്സറീസ് ആണ് വാങ്ങുന്നത്. അവർ വാങ്ങിച്ചിട്ട് പിന്നെ അവർ ഹൗസ് ഹോൾഡ് ലെവലിലും പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഈ പ്ലാന്റ്സ് മെയിനായിട്ട് സെയിൽ ചെയ്യുന്നത്. നല്ല പ്രോഫിറ്റബിൾ ബിസിനസ്സാണ്. ഒത്തിരി പേര് ഇത് ബിസിനസ്സായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ്, പക്ഷേ റിട്ടേൺ വന്ന് ഹൈ ആണ്.
കാരണം അവർ നോർമലി ഒരു 5 സെൻറ്റ് 10 സെൻറ്റ് സ്ഥലമുള്ള ആൾക്കാരൊക്കെ ലേഡീസൊക്കെ വന്ന് മേടിച്ചിട്ട് അവർ ഈ പ്ലാന്റ്സിന് ചെറിയ തൈകളാണ് നമ്മൾ കൊടുക്കുന്നത്. അവർ ഇത് മേടിച്ചിട്ട് ആൾമോസ്റ്റ് ഒരു 3 to 6 months വളർത്തുകയാണെങ്കിൽ അവർക്ക് ആൾമോസ്റ്റ് ഒരു 100% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്ലസ് ഡിമാൻഡും കൂടുതലാണ്. പ്ലസ് ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ പുതിയ പ്ലാന്റ്സിനും പുതിയ ഫ്ലവേഴ്സിനാണ് എപ്പോഴും ഡിമാൻഡ് കൂടുതൽ. അതുകൊണ്ട് ഓർക്കിഡ്സ് എപ്പോഴും നല്ല ഒരു ഡിമാൻഡാണ്. പ്ലസ് നമ്മൾ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ആൾമോസ്റ്റ് എല്ലാ കൺട്രീസിനും ഓർക്കിഡ് വന്ന ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് ഇനി അനദർ ഒരു 20-30 years നല്ല സ്കോപ്പ് ഇവിടെ ഇന്ത്യയിൽ കാണാനുള്ള സാധ്യത കൂടുതലാണ്. പ്ലസ് ഇനി എന്തെങ്കിലും സംശയം ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരിങ്ങ് വന്നാൽ മതി. ഒരു 2-3 hours നിന്ന് നമ്മളുടെ ഫെസിലിറ്റീസ് കാണുമ്പോൾ തന്നെ അവർക്ക് ഒരുവിധം ഐഡിയാസ് കിട്ടുന്നത് എങ്ങനെയാണ് വളർത്തേണ്ടത്. അതിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫ്സ് എല്ലാം നമുക്ക് തന്നെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓർക്കിഡ്സ് ഇന്ത്യൻ നേറ്റീവ് പ്ലാന്റ്സ് ആണ്. പക്ഷേ നമ്മൾ ഇവിടെ ഇന്ത്യയിലുള്ള പ്ലാന്റ്സ് നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് അവരിതിനെ ഹൈബ്രിഡൈസ് ചെയ്തിട്ട് തിരിച്ച് ബ്രീഡിങ് ചെയ്തിട്ട് അതിൻ്റെ പുതിയ വെറൈറ്റീസാണ് തിരിച്ച് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്നാണ് ഈ പ്ലാന്റ്സ് എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ പ്ലാന്റ്സ് ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ബ്രീഡിങ് വലുതായിട്ട് ചെയ്യാത്തത് കൊണ്ട് പുതിയ ഹൈബ്രിഡ്സ് അവിടെ നിന്നാണ് വരുന്നത്. ഞങ്ങൾ തായ്ലൻഡ്, തായ്വാൻ, മലേഷ്യ, സിംഗപ്പൂർ ഇവിടെ നിന്നാണ് ചെറിയ തൈകൾ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് വളർത്തി വലുതാക്കി ഫ്ലവറാക്കി ഞങ്ങൾ സെയിൽ ചെയ്യാണ്. ഇതാണ് ഞങ്ങളുടെ മെയിൻ ബിസിനസ് മോഡൽ. ഞങ്ങൾ കർഷകർക്ക് കൊടുക്കുന്നതും ഇതുപോലത്തെ ചെറിയ തൈകളാണ് കൊടുക്കുന്നത്. അവരും വളർത്തി വലുതാക്കി ഫ്ലവറാക്കി സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ മെയിനായിട്ട് പോട്ട് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇതല്ലാതെ ഈ കട്ട് ഫ്ലവർ ഒരു വലിയ ബിസിനസ്സാണ്. കട്ട് ഫ്ലവേഴ്സ് ഹൈലി പ്രോഫിറ്റബിൾ ബിസിനസ്സാണ്. ഓൺലി തിങ് നമുക്ക് നല്ല ഏക്കറേജ് വേണം. നമ്മൾ ഓർക്കിഡ് കട്ട് ഫ്ലവേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ മൊക്കാറാസ് ചെയ്യാം, ഡെൻഡ്രോബിയംസ് ചെയ്യാം, വാൻഡാസ് ചെയ്യാം. പക്ഷേ മിനിമം നമുക്കൊരു 2 to 3 acres എങ്കിലും നമുക്ക് ലാൻഡ് വേണം. അതിൻ്റെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു കട്ട് ഫ്ലവർ ഇൻഡസ്ട്രീസ് ഹൈലി ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ഒരു ഏക്കറിന് മിനിമം ഒരു 50 to 75 lakhs ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. പക്ഷെ നമുക്ക് ബ്രേക്ക് ഈവൻ കിട്ടുന്നത് ആൾമോസ്റ്റ് ഒരു 3rd year എൻഡിൽ ബ്രേക്ക് ഈവൻ ആവും. പ്ലസ് ബ്രേക്ക് ഈവൻ മാത്രമല്ല, ഫസ്റ്റ് ഇയർ എൻഡിങ്ങിൽ തന്നെ നമ്മുടെ ഈ പ്ലാന്റ്സിൻ്റെ കോസ്റ്റ് ആൾമോസ്റ്റ് ഡബിൾ ആകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2nd year തന്നെ നമുക്കൊരു ബ്രേക്ക് ഈവൻ എന്ന് പറയാം. പിന്നെ 3rd year onwards, 3rd year or 4th year onwards നമ്മൾ ഫർദർ ഏരിയ എക്സ്പാൻഷന് പോവുകയാണെങ്കിൽ നമ്മൾ ഫർദറായിട്ട് പ്ലാന്റ്സ് ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മളുടെ പ്ലാന്റ്സ് തന്നെ നമ്മൾ കട്ടിങ്സ് എടുത്തിട്ട് ഈ പ്ലാന്റ്സ് തന്നെ നമുക്ക് ഫർദർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നമുക്ക് ഏരിയ എക്സ്പാൻഷന് പോകാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ആദ്യം ഫസ്റ്റ് പ്രോജക്റ്റ് മാത്രമേ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ആകത്തുള്ളൂ. ഫർദറായിട്ട് നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആകത്തില്ല. പിന്നെ ഈ കട്ട് ഫ്ലവർ ബിസിനസ് നമ്മൾ തുടങ്ങിയിട്ട് സപ്പോസ് നമുക്ക് ഫ്ലവർ തന്നെ വിൽക്കണമെന്നില്ല. കാരണം ഇപ്പോൾ ഡിമാൻഡ് കൂടുതലായതുകൊണ്ട് ഈ കട്ടിങ്സ് തന്നെ നമുക്ക് വിൽക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഇൻകം നമുക്കൊരു ഫണ്ട്സ് വേണം, ഫൈനാൻസ് വേണം വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്ലാൻസ് തന്നെ നമുക്ക് കട്ടിങ്സ് എടുത്തിട്ട് ഒരു ചെറിയ പോർഷൻ വിൽക്കുകയാണെങ്കിൽ അത് വഴിക്കും നമുക്ക് ഒത്തിരി ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. റൈൻകോ ഫാമിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തിൽ നിന്ന് വരുന്നവരാണെങ്കിൽ സ്വാമിയാർ മഠത്തിൽ നിന്ന് തിരിഞ്ഞിട്ട് വേരുകളമ്പി, അവിടെ നിന്ന് കുമാരപുരം, പിന്നെ പെരിഞ്ചലമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത്. അവിടെ ബോർഡുണ്ട്, പെരിഞ്ചലമ്പ് ജംഗ്ഷനിൽ ബോർഡുണ്ട്. കുറച്ച് ഉള്ളിലേക്ക്, ഒരു 2-3 kilometer ഉള്ളിലേക്ക് വരണം. ഭയങ്കര പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയൊരു പുഴ ഉണ്ട്. അപ്പോൾ അത് ക്രോസ് ചെയ്ത് നമുക്ക് കയറാവുന്നതേ ഉള്ളൂ. പിന്നെ തക്കല വന്നിട്ടാണെങ്കിലും വരാം. പത്മനാഭപുരം വഴി കുമാരപുരം വന്നിട്ട് വരാവുന്നതാണ്. തക്കലയിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു 10 to 12 kilometer ഉണ്ടാകണം ഇവിടെ വരാനായിട്ട്. ഈ ഒരു ഫാമിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ നമ്പർ കൊടുക്കുന്നതായിരിക്കും. കോൺടാക്ട് പേഴ്സൺ രാമകൃഷ്ണനാണ്. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.
ചെടികൾ വാങ്ങാനാണെങ്കിലും അല്ലെങ്കിൽ ഇമ്പോർട്ടിനെ കുറിച്ച് അറിയാനാണെങ്കിലും അല്ലെങ്കിൽ കട്ട് പ്ലാന്റ്സിൻ്റെ കൂടുതൽ ബിസിനസ് സാധ്യതയെക്കുറിച്ച് അറിയാനൊക്കെ ആയിട്ട് രാമകൃഷ്ണനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.